അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചിന്നുവിനെ ആര്യ പറഞ്ഞിട്ട് ആ ഗുണ്ടകൾ പിടിച്ചു കൊണ്ടുപോകണമല്ലോ, അവിടെ നിന്നും ജെക്ക് ചിന്നുവിനെയും കൊണ്ട് ഹോട്ടലിലേക്ക് പോവുകയാണ്. അതേസമയം പിന്നീട് ആര്യ വരികയാണ് കേട്ടോ. അവളെ പിടിച്ചു കൊണ്ടുപോയില്ല. ആര്യയ്ക്ക് ഒരു തരം വിഷമവും വെപ്രാളമൊക്കെ ആവുകയാണ് കേട്ടോ. ആര്യ പിന്നെ ട്യൂഷന് പോവാതെ തന്നെ പെട്ടെന്ന് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുമ്പോൾ വിജയശങ്കറും ചന്ദ്രയും കൂടി ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ വിജയശങ്കറിന് ഒരു ഫോണ് വരികയാണ് കേട്ടോ. അതേസമയം ആര്യ എങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. അതേസമയം എവിടെ ചോദിക്കുകയാണ്, ചിന്നു എവിടെ ചോദിക്കുമ്പോൾ ആര്യ പറയുകയാണ്, പെട്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഓട്ടോറിക്ഷയിൽ അവിടെ നിൽക്കുമ്പോൾ അവളെ കുറച്ച് ഗുണ്ടകൾ പിടിച്ചു കൊണ്ടുപോയി എന്ന് പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ വിജയശങ്കർ ആകെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം അർച്ചനയോട് ഇനി എന്ത് പറഞ്ഞ് മനസ്സിലാക്കുന്നുള്ളതാണ് വിജയശങ്കറിൻ്റെ പേടി. പക്ഷേ ചന്ദ്രയ്ക്ക് അറിഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. തൻ്റെ മകളെ എന്തോ ഒരു പണി ഒപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളത് ചന്ദ്രയ്ക്ക് അറിഞ്ഞിട്ടുണ്ട്. എങ്ങനെയെങ്കിലും അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം എന്നാണല്ലോ ചന്ദ്രയുടെ മനസ്സിലെ ഉദ്ദേശം. അതിന് മകള് എന്തോ ഒരു പണി ഒപ്പിച്ചതാണെന്ന് ചന്ദ്രയ്ക്ക് പൂർണ്ണമായിട്ട് അറിയണം കേട്ടോ. അതേസമയം ചിന്നും ജെക്കയും കൂടിയിട്ട് ഒരുപാട് സംസാരിക്കുകയാണ്. ജെക്ക മനസ്സ് തുറന്നിട്ട് ചിന്നുവിനോട് കാര്യങ്ങളെല്ലാം പറയാണ്. തന്നെപ്പോലെ ഒരു മോള് എനിക്കും ഉണ്ടായിരുന്നു. ആ മോളെ 6 വയസ്സായപ്പോഴേക്കും അങ്ങ് ദൈവം എടുത്തു എന്ന് പറഞ്ഞിട്ട് ജെക്ക ചിന്നുവിനോട് മനസ്സ് തുറന്ന് വിഷമം പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ നമ്മുടെ ചിന്നുവിനാകെ സങ്കടമാവുകയാണ് കേട്ടോ. ഇത്രയും നല്ലൊരു മനുഷ്യനാണല്ലോ, ഇതാരാണ് എന്താണെന്നൊന്നും അറിയില്ല, പക്ഷേ എന്നോട് ഇങ്ങനെ സ്നേഹത്തോടു കൂടി പെരുമാറുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ചിന്നുവിനെ കാണാതെ വിജയശങ്കറും ചന്ദ്രയും കൂടി ആദ്യ പിടിക്കുക. ചന്ദ്രയ്ക്ക് ആദ്യമൊന്നുമില്ല കേട്ടോ. വിജയശങ്കർ ആകെ ആദ്യ പിടിച്ചിട്ട് അർച്ചനയോട് വിളിച്ച് പറയുകയാണ് കേട്ടോ, ചിന്നുവിനെ കാണാനില്ല എന്ന് പറയുകയാണ്. അതേസമയം ചിന്നു ജെയ്ക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷമാണ് ചോദിക്കുക, മോളുടെ വീട് എവിടെയാണ്, അച്ഛൻ ആരാണ്, അമ്മയാണ് ആരാണ് എന്നെല്ലാം ചോദിക്കുമ്പോൾ ജെയ്ക്ക് അങ്ങനെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അർച്ചനയുടെ മോളാണിത് എന്നറിയുമ്പോൾ വീണ്ടും അർച്ചനയെ തേടി ജെയ്ക്കെ തേടി അർച്ചന അവിടെ എത്തുകയാണ്. അതിനുശേഷം അർച്ചനയുടെ കൈകളിൽ ചിന്നു മോളെ ഭദ്രമായിട്ട് ജെയ്ക്കെ ഏൽപ്പിക്കുകയാണ്.